ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഫോർത്ത് സെമിസ്റ്ററിലെ ത്രെഷോൾഡ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ത്രെഷോൾഡ് ഈസ് റിട്ടൺ ബൈ പോയറ്റ് ഓഷ്യൻ വോങ്. ഹി ഈസ് ആൻ അമേരിക്കൻ പോയറ്റ്, essayist and novelist. His poetry collection is called Night Sky with Exit Wounds, 2016. The Threshold is the first poem in his poetry collection. This poem has a speciality of using first-person narration such as I, my, etc. ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഓഷ്യൻ വോങ് എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു പോയം എഴുതുന്ന പോയറ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ നോവലിസ്റ്റാണ്. ഒരു അമേരിക്കൻ പോയറ്റാണ് കേട്ടോ. പിന്നെ ഇദ്ദേഹത്തിനൊരു കളക്ഷൻ ഉണ്ട്, അതിൻ്റെ പേരാണ് നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. 2016 ഇറക്കിയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണത്. ഇതിൽ ഫസ്റ്റ് പോയമായിട്ട് വരുന്നത് തന്നെ ത്രെഷോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പോയം. ഓക്കെ, ഈ പോയത്തിൻ്റെ പ്രത്യേകതയല്ല, പോയം എഴുതിയിരിക്കുന്ന ആ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെപ്പോഴും ഐ, മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ, അങ്ങനെ സ്വന്തമായിട്ട് പേഴ്സണൽ ഇൻട്രാക്ഷൻ നടത്തുന്ന ഒരു കാര്യമാണ്. പേഴ്സണലി ഐ, മീ, മൈസെൽഫ് എന്നൊക്കെയുള്ള അങ്ങനത്തെ വാക്കുകളാണ് കൂടുതലും ഇതിൽ ഉപയോഗിക്കുന്നത്. ഇൻ ദി ബിഗിനിങ് ഓഫ് ദ പോയം, ദ സ്പീക്കർ secretly watching the man who was singing while having bath through the keyhole. The speaker has a sexual pleasure to see the nakedness of the man who was having bath. The theme of the poem is in the body where everything has a price. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വ്യക്തി കുളിക്കുന്ന ഒരു രംഗമായിട്ടാണ്. ആ വ്യക്തി കുളിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടാണ് കുളിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്പീക്കർ എന്താ ചെയ്യുന്നത്? ഈ പാട്ട് കേട്ടുകൊണ്ട് അവിടേക്ക് പോകുന്നു. ആ കുളിക്കുന്ന വ്യക്തിയെ കീ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. കീ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോറുമേ കീ ഒക്കെ ഇട്ട് തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓട്ട, ആ ഓട്ടേനെയാണ് കീ ഹോൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ കൂടെയാണ് സ്പീക്കർ ഈ വ്യക്തിയെ നോക്കി കാണുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ ഇദ്ദേഹത്തിന്, സ്പീക്കർക്ക് ഒരു സെക്ഷൽ പ്ലഷർ ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ എടുത്ത് പറയുന്നത് ആ സ്പീക്കറിൻ്റെ കുളിക്കുന്ന വ്യക്തിയുടെ നേക്കഡ്നെസ് എന്ന് പറഞ്ഞാൽ നഗ്നത. അത് കാണുമ്പോഴാണ് ഇദ്ദേഹത്തിനൊരു സെക്ഷൽ പ്ലഷറൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. ദ തീം ഓഫ് ദ പോയം ഈസ് ഇൻ ദ ബോഡി വെർ എവ്രിതിങ് ഹാസ് എ പ്രൈസ്. ഈ പോയത്തിൻ്റെ തീം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും വിലപ്പെട്ടതാണ് എന്ന് കാണിക്കുന്ന ഒരു പോയമാണിത്. ദ പോയം ഹാസ് എ കണക്ഷൻ വിത്ത് മൈൻഡ് ആൻഡ് ബോഡി. It expressed through some images and symbols. The image of singing has given much importance in the poem. Guitar strings snapping over his globed shoulders is a sentence used in the poem, which is an imaginary phrase. Here the guitar is a connection with the man singing. ഈ പോയത്തിൽ രണ്ട് കണക്ഷൻസ് ആണ് കൊടുക്കുന്നത്, മൈൻഡും ബോഡിയും. മനസ്സും ശരീരവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പോയറ്റ് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ്, ഇത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത്, അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് കുറേ ഇമേജസും സിമ്പിൾസൊക്കെ വെച്ചിട്ടാണ്. അതിൽ 1-2 നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സിമ്പിൾ അല്ലെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ സിംഗിങ് തന്നെയാണ്. സിംഗിങ് ഒരു ഇമേജ് ആയിട്ടാണ് ഇവിടെ പോയറ്റ് കണക്കാക്കിയിരിക്കുന്നത്. അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് നമ്മുടെ പോയത്തിൽ. പിന്നെ മറ്റൊരു സെൻറ്റൻസ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു ഇമാജിനറി ഫ്രേസാണ്. ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ്. ഗിറ്റാർ എന്ന് പറയുന്നത് എന്താ? ഗിറ്റാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാട്ടിൻ്റെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ സിംഗിങ് ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗിറ്റാറിന് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്.
ഓക്കെ, ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുണ്ട ഷോൾഡേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ കൂടെ ഗിറ്റാറിൻ്റെ എങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഗിറ്റാർ വായിക്കുന്നത് ആ ഒരു രീതിക്കാണ് അവിടെ ഷവർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മേളിൽ കൂടെ വരുന്ന വെള്ളം അതിനെ കമ്പയർ ചെയ്യുന്നതാണ് ഇങ്ങനെ ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിക്കൊണ്ട് പോവുകയാണ് ഈ ഷോൾഡേഴ്സിൻ്റെ മേലെ കൂടെ. ഓക്കെ, അത് ജസ്റ്റ് ഇമാജിനറി ഫ്രേസസ് ആണ്, അല്ലാതെ അവിടെ ഗിറ്റാർ ഒന്നും വെച്ചിട്ടല്ല പാട്ട് പാടുന്നത്. അതാണ് ഇമാജിനറി ഫ്രേസ്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വേർഡ്സൊക്കെ ഉണ്ടല്ലോ, ആ ഇൻവേർട്ടഡ് കോമയിലുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അണ്ടർലൈൻ ചെയ്തത് ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട സെൻറ്റൻസ് ആണ്. In the starting of the poem, the speaker is in a distance, but as the poem ends, the speaker gets closer to him, which means closer to his emotional feelings. The metaphor used in the poem is filling me to the core like a skeleton. The skeleton here means the narrative's personal life. It concludes as a personal growth and transformation of the speaker. പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പീക്കർ എവിടെയാണ് നിൽക്കുന്നത്? കീ ഹോളിൻ്റെ പുറത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അതേസമയം പോയം എൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ കുറവ് വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, ആ ദൂരം ഇവിടെ കുറഞ്ഞു വരികയാണ്. ഇവിടെ ദൂരം കുറയുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ സ്പീക്കറിന് ഇമോഷണൽ ഫീലിംഗ് കൂടി വരികയാണ്. ആ ഇമോഷണൽ ഫീലിംഗ് അറ്റാച്ച് ചെയ്യുകയാണ് ഉള്ളിലുള്ള വ്യക്തിയുമായിട്ട്. അല്ലാതെ സ്പീക്കർ ബാത്റൂമിൻ്റെയോ അല്ലെങ്കിൽ കുളിക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നില്ല. ഫീലിങ്സിലൂടെയാണ് ഇദ്ദേഹം പോകുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി ഇവിടെ ഒരു മെറ്റഫർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, നോട്ട് ചെയ്യണം. മെറ്റഫർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫില്ലിംഗ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെലിറ്റൺ. സ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥികൂടം. ഈ സ്കെലിറ്റൺ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇവിടെ മെറ്റഫറായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സ്കെലിറ്റൺ എന്ന് പറയുന്ന ഈ മെറ്റഫർ എന്തിൻ്റെ കണക്ഷനാണ്? അത് നരേറ്ററിൻ്റെ പേഴ്സണൽ ലൈഫുമായി കണക്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ആ ഫില്ലിംഗ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽറ്റൺ എന്നുള്ള ആ മെറ്റഫറിന് തന്നെ എഴുതണം. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ ആ ഡബിൾ ഇൻവേർട്ടഡ് കോമയുള്ള ആ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ ഫോർ ദി എക്സാം. ഇനി നമ്മുടെ പോയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? സ്പീക്കറിൻ്റെ പേഴ്സണൽ ഗ്രോത്തും, ഓക്കെ, പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അദ്ദേഹത്തിന് ധാരാളം മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് നമ്മുടെ ഈ പോയം അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, കുറച്ച് പോയിൻറ്റ്സുകളൊക്കെ ഞാൻ മനഃപൂർവ്വം വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ വേർഡ്സ്, ഹാർഡായിട്ടുള്ള കുറേ വേർഡ്സുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് വേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇത് നിങ്ങൾക്ക് പഠിച്ച് സ്കോർ ചെയ്ത് മാർക്ക് എന്താ പറയുക ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ജയിക്കാനുള്ള വകുപ്പ് ഈ ഒരു എസ്സേയിൽ നിന്നും കിട്ടും. അതേസമയം എന്താ പറയുക 100-ൽ 99% ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ എസ്സേ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇതിൻ്റെ ആശയം മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ല, ജയിക്കണം, നല്ല സ്കോർ കിട്ടാൻ സാധ്യതയുള്ള ഒരു എസ്സേ തന്നെയാണിത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹാർഡ് വേർഡ്സ് അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതിൽ. ഓക്കെ, സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് യുവർ എക്സാംസ് ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമാണ്, അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക സിമ്പിളായിട്ട് എഴുതി തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.